ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ തന്നെ സ്കിൻ വൈറ്റനിങ് ഒരു ടിപ്പാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്താൽ മതി. അതേപോലെ തന്നെ ട്രൈ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഒരു ഡിഫറൻസാണ് ഞാൻ നിങ്ങൾക്ക് ഒറ്റ ഉപയോഗത്തിലുള്ള ഡിഫറൻസാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ള ഫുൾ വീഡിയോ നമുക്ക് കാണാം. ഫുൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഇതേപോലെ അടിച്ചെടുക്കുക. പക്ഷേ ഇങ്ങനെ അടിച്ചെടുക്കുന്നതിലും നല്ല എഫക്റ്റീവായിട്ട് കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതൊന്ന് ചെറുകിയെടുക്കുക. സ്ക്രാപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞെടുക്കുക. ഇങ്ങനെ നമ്മൾ ജ്യൂസ് മെഷീനിലിട്ട് അടിച്ചാൽ ഇതേപോലെ നമ്മൾ അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് നീര് കിട്ടുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ക്രാപ്പ് ചെയ്തെടുക്കുന്ന സ്ക്രാപ്പർ പലരുടെ അടുത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ നീര് കിട്ടണം, അതായത് എന്തിൻ്റെതും ഒരു നീര് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിരകി എടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പം തന്നെ അതിൻ്റെ നീര് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞാനിതാ അരിപ്പയിൽ കൂടെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ജ്യൂസ്, പൊട്ടാറ്റോൻ്റെ ജ്യൂസ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം പൊട്ടാറ്റോ ജ്യൂസാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് അരിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്ക്രാപ്പ് ചെയ്തിട്ട് പൊട്ടാറ്റോ ജ്യൂസ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ നീരൊരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ചും നീരും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ആകുന്നേരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അരിപ്പൊടിയിലേക്ക് ആ ഒരു സ്റ്റാർച്ച് മാറ്റി വെച്ചിട്ട് അതിൻ്റെ നീര് മാത്രം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. നീര് മാത്രം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്റ്റാർച്ചും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാനാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സർക്കുലർ മോഷനിൽ 2 മിനിറ്റ് മസാജ് കൊടുത്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റ്സ് എങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കുക. അതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ ഇത് കഴുകിക്കളയുമ്പോൾ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് തന്നെ കഴുകിക്കളയുക. ഒറ്റ യൂസ് തന്നെ മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കും. പക്ഷേ ആ ഒരു നിറം ആ ഒറ്റ ദിവസം മാത്രമേ ഉണ്ടാവും. നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്യാന്നാണെങ്കിൽ, അതായത് വീക്കിലി 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. വീക്കിലി 2 പ്രാവശ്യം ഒരു മാസം ചെയ്യാന്നാണെങ്കിൽ മുഖത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റമായിരിക്കും. കറുത്ത പാടുകളും കരുവാളിപ്പം എല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പവർഫുൾ ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.